പ്രമുഖ താബിഈ പണ്ഡിതനായ വുഹൈബ് ബിനുൽ വർദ് അൽ മക്കി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കണ്ടുമുട്ടാൻ അവസരമുണ്ടായ ഒരു താബിഈ പണ്ഡിതനാണ് ഈ വുഹൈബ് ഇബ്നുൽ വർദ് അൽ മക്കി. അദ്ദേഹം വേദക്കാരിൽ നിന്ന് കേട്ട ഒരു നിവേദനം ഇപ്രകാരം ഉദ്ധരിക്കുന്നുണ്ട്. യഹ്യ ഇബ്നു സക്കരിയ അലൈഹി വസല്ലമക്ക് ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നാണ്. എന്നിട്ട് യഹ്യയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞത്, ഇന്നി ഉരീദു അൻ അൻസഹക്, അങ്ങയെ ഉപദേശിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. യഹ്യ അലൈഹിസ്സലാം പ്രതികരിച്ചത്, ലാ ഹാജത ലി ഫീ നുസ്ഹിക്, നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ യഹ്യ ഇബ്നു സക്കരിയ ഇബ്ലീസിനോട് മനുഷ്യരെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞത്, ഹും ഇൻദനാ സലാസത്തു അസ്നാഫ്, മനുഷ്യർ ഞങ്ങളുടെ അടുക്കൽ 3 തരക്കാരാണ്. അമ്മ സിൻഫു മിൻഹും വഹും അഷദ്ദുൽ അസ്നാഫി അലൈന, ആ 3 കൂട്ടരിലൊരു വിഭാഗം ഞങ്ങൾ പിശാചുക്കൾക്ക് ഏറെ കഠിനമായിട്ടുള്ള വിഭാഗമാണ്. നഖ്ബലു അല അഹദിഹിം ഹത്താ നഫ്തിനഹു വനതമക്കൻ മിൻ, അവരിലൊരാളിലേക്ക് ഞങ്ങൾ ചെന്ന് അവനെ പിഴപ്പിക്കുവാൻ, അവനിലൊരു അവസരം ലഭിക്കാൻ ചെന്നാൽ ഫയഫ്സഉ ഇലൽ ഇസ്തിഗ്ഫാരി വത്തൗബ, അയാൾ പാപമോചനത്തേട്ടത്തിലേക്കും തൗബയിലേക്കും പെട്ടെന്ന് ആശ്രിതനാകും. ഫയഫ്സുദു അലൈന കുല്ല ഷൈഇൻ അദ്റക്നാ മിൻ, അയാളിൽ നിന്ന് ഞങ്ങൾ എടുത്തതെന്തോ അതെല്ലാം തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ അയാൾ അസാധുവാക്കും, അത് കേടാക്കും. സുമ്മ നഊദു ഇലൈഹി ഫയഊദ് ഫലാ നഹ്നു നൈഅസു മിൻഹു വലാ നഹ്നു നുദ്രികു മിൻഹു ഹാജതന, ഞങ്ങൾ വീണ്ടും അയാളിലേക്ക് ചെല്ലും, പക്ഷേ അയാൾ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും മടങ്ങും. ഞങ്ങൾ അയാളിൽ നിന്ന് നിരാശപ്പെടുകയില്ല, എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അയാളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താനുമാവുകയില്ല. ഫനഹ്നു മിൻഹു ഫി അന, ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പ്രയാസത്തിലും ഞെരുക്കത്തിലുമാണ് എന്ന് പറഞ്ഞാൽ പിഴപ്പിക്കാനാവൂല. അയാൾക്ക് നേരെ ചെന്ന് എന്തൊക്കെ ചെയ്താലും ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്ത് ഞങ്ങൾ നേടിയത് അയാൾ അസാധുവാക്കുന്ന അവസ്ഥയാണ് എന്ന് ഇബ്ലീസ് പറഞ്ഞു എന്നാണ്. വ അമ്മ സിൻഫുൽ ആഖർ, എന്നാൽ മനുഷ്യരിൽ മറ്റൊരു വിഭാഗം, 3 കൂട്ടരിൽ മറ്റൊരു വിഭാഗം, ഫഹും ഫി ഐദീന ബിമൻസിലത്തിൽ ഖുറത്തി ഫി ഐദി സിബിയാനിക്കും, അവർ ഞങ്ങളുടെ കൈകളിലാണ്, നിങ്ങളുടെ കുട്ടികളുടെ കൈകളിൽ പന്തിരിക്കുന്നത് പോലെയാണ് അത്തരക്കാർ ഞങ്ങളുടെ കൈകളിൽ. നുഖല്ലിബുഹും കൈഫ ശിഅ്ന, ഞങ്ങൾ ഉദ്ദേശിക്കും വിധം ഞങ്ങൾ അവരെ മാറ്റിമറിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു. ഖദ് കഫൂന അംഫുസഹും, അവർ സ്വയമേവ ഞങ്ങൾ പണിയെടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അള്ളാഹു നമ്മെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. വ അമ്മ സിൻഫു സാലിസ്, എന്നാൽ മനുഷ്യരിൽ 3ാമത്തെ വിഭാഗം, അവരെക്കുറിച്ച് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇബ്ലീസ് പറയുന്നത്, ഫഹും മിസ്ലുക് മഅ്സൂമൂൻ, അവർ അങ്ങയെപ്പോലെയാണ്, അവർ പാപസുരക്ഷിതരാണ്. ലാ നഖ്ദിറു മിൻഹും അലാ ഷൈ, അവരെ തെറ്റ് ചെയ്യിപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ കുഴപ്പത്തിലാക്കാനോ ഒരു നിലക്കും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുകയുണ്ടായത്. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട വേദക്കാരുടെ ചില നിവേദനം കേട്ടാണ് വുഹൈബ് ഇബ്നുൽ വർദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു കാര്യം ഉദ്ധരിക്കുന്നത്. ഞാനത് ഇവിടെ എടുത്ത് ഉദ്ധരിച്ചത് മനുഷ്യരോടുള്ള ഇബ്ലീസിൻ്റെ ശത്രുത അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യർ ഇബ്ലീസിന് മുന്നിൽ ഇങ്ങനെ 3 വിഭാഗമായി വകതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ഒപ്പം ശൈത്താൻ മനുഷ്യരോട് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അങ്ങനെയുള്ള ശൈത്താനോട് നമ്മൾ കുഴപ്പത്തിലാകാതിരിക്കാൻ, അവന് നമ്മളിൽ ഇടം കൊടുക്കാതിരിക്കാൻ എങ്ങനെ വർത്തിക്കണം എന്നത് ബോധ്യപ്പെടാനുമാണ്. ആ വിഷയത്തിൽ ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി സുന്ദരമായ ഒരാശയം ഇങ്ങനെ അവതരിപ്പിച്ചു. വഅലം അന്ന മസല ഇബ്ലീസ് മഅൽ മുത്തഖി വൽ മുഖല്ലിത്ത് കറജുലിൻ ജാലിസിൻ ബൈന യദൈഹി തആമുൻ, അറിയണം മുത്തഖിയുടെ കൂടെയും മുഖല്ലിത്തിന്റെ കൂടെയും ഇബ്ലീസിന്റെ ഉപമ. മുത്തഖി ഭക്തനാണ്, അള്ളാഹു കൽപ്പിച്ചത് ചെയ്ത് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്ന് ഭക്തിയും സൂക്ഷ്മതയുമുള്ള മനുഷ്യൻ. മുഖല്ലിത്ത്, അയാൾ നന്മയും തിന്മയും കലർത്തിയവനാണ്, ആദർശത്തിൽ കലർപ്പുണ്ട്, ഭക്തിയുള്ളതോടൊപ്പം അവനിൽ തിന്മയുമുണ്ട്. ഈ 2 കൂട്ടരോടും ഇബ്ലീസിന്റെ ഉപമ കറജുലിൻ ജാലിസിൻ ബൈന യദൈഹി തആം, തന്റെ മുന്നിൽ ഭക്ഷണം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ്. ഫമറ ബിഹി കൽബുൻ, ഭക്ഷണം വെച്ചിരിക്കുന്നവന്റെ മുന്നിലൂടെ ഒരു നായ കടന്നുപോയി. അപ്പോൾ നായയോട് ഇരിക്കുന്ന വ്യക്തി ഇഖ്സ എന്ന് പറഞ്ഞു, അതിനാട്ടിപ്പായിച്ചു. ഫദഹബ്, ആ നായ കടന്നുപോയി. ഫമറ ബി ആഖറ ബൈന യദൈഹി തആമുൻ വലഹ്മുൻ, എന്നാൽ ഈ പട്ടി അല്ലെങ്കിൽ നായ മറ്റൊരാളുടെ അരികിലൂടെ കടന്നുപോയി, അയാളുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്, മാംസവുമുണ്ട്. ഫകുല്ലമാ അഖ്സഅഹു ലം യബ്രഹ്, ഈ വ്യക്തി കടന്നുപോകുന്ന നായയെ ആട്ടിപ്പായിക്കുമ്പോഴെല്ലാം നായ പോകാതെ അവിടം കൂടുകയാണ്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഫൽ അവ്വലു
മസലുൽ മുത്തഖി യമുറു ബിഹി ശൈത്താൻ. ഒന്നാമത്തേത് മുത്തഖിയുടെ ഉപമയാണ്. ശൈത്താൻ അവനിലൂടെ കടന്നു പോകുന്നു. ഫയക്ഫീഹി ഫീ തർദിഹി അദ്ദിക്ർ. ആ ശൈത്താനെ ദൂരപ്പെടുത്താൻ അയാൾക്ക് ദിക്ർ മതിയാകും. കാരണം അവൻ്റെ അടുക്കൽ ത്വാമ് മാത്രമാണ്, നന്മ മാത്രമാണ്, ഭക്തി മാത്രമാണുള്ളത്. വസാനി എന്നാൽ അപരൻ, രണ്ടാമത്തവൻ, അത് മസലുൽ മുഖല്ലിത്തിൻ്റെ ഉപമയാണ്. നന്മയും തിന്മയും സമ്മിശ്രമായുള്ളവൻ. ലാ യുഫാരിഖുഹു ശൈത്താൻ മക്കാനി തഖ്ലീത്തിഹി. അവനിൽ രണ്ടും കലർന്നതിനാൽ ശൈത്താൻ അവനെ ഒരിക്കലും വിട്ടുപോവുകയില്ല. ഭക്ഷണവും മാംസവും കണ്ട ആളുടെ അടുക്കൽ നായ നിൽക്കുന്നത് പോലെ. എന്നിട്ട് ഇബ്നുൽ ജൗസി പറയുന്നത് നഊദു ബില്ലാഹി മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന് അള്ളാഹുവിൽ നാം രക്ഷക്ക് തേടുന്നു എന്നാണ്. ഭക്തിയുള്ള ജീവിതവും അള്ളാഹുവിനുള്ള ദിക്റും സജീവമാണ് എങ്കിൽ വ്യക്തമായ ഈ ശത്രു വഴിമാറാനും ദൂരപ്പെടാനും അതാണ് കരണീയമായ കർമ്മം എന്ന് ഇമാം ഇബ്നുൽ ജൗസി ഈ ഒരു ചിത്രീകരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്.